ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദി കൈൻഡ്സ് ഓഫ് കമ്പനീസ് എന്നുള്ള ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് കമ്പനി എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ പലതരം കമ്പനികൾ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് എക്സിസ്റ്റഡ് ഇൻ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനീസ് ഭേദഗതി ആക്ട് പ്രകാരം നമ്മൾ എന്തൊക്കെ തരം കമ്പനികളാണ് ഉള്ളതെന്നുള്ളത് ആദ്യം നോക്കാം. നമുക്ക് നോക്കാം. കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് ഒരു 4 കാറ്റഗറി ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദി ബേസിസ് ഓഫ് ലാബിലിറ്റി, ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ, ഓൺ ദി ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. On the basis of incorporation, Royal Chartered Company, Statutory Company and Registered Company, ഈ 3 തരം കമ്പനികളാണ് നിലവിലുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് ലാബിലിറ്റിയുടെ കീഴിൽ 3 എണ്ണം ഉണ്ട്. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ദെൻ അൺലിമിറ്റഡ് കമ്പനി. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളിൽ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനിയാണുള്ളത്. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസിൽ നമുക്ക് പറയാം പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് കമ്പനി ഇൻകോർപ്പറേഷൻ ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ലാബിലിറ്റി. ഈ 2 ഭാഗമായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഏതൊക്കെയുള്ളത്. നമ്മൾ പറഞ്ഞു ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ ചാർട്ടേഡ് കമ്പനി ഉണ്ട്, ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഉണ്ട്, രജിസ്റ്റേർഡ് കമ്പനീസ് ഉണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ എന്നും പറയാം, അതുപോലെ ഫോർമേഷൻ എന്നും പറയാം. ഒരു കമ്പനിയുടെ ഫോർമേഷൻ. എ കമ്പനി മേ ബി ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്സ്: ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആൻഡ് രജിസ്റ്റേർഡ് കമ്പനി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ചാർട്ടേഡ് കമ്പനീസ്. Chartered company is a type of corporation that evolved in early modern era in Europe. It is enjoyed certain rights and privileges and was bound by certain obligations under a special charter granted to it by sovereign authority of the state. Such charter defining and limiting those rights, privileges and obligations and the localities in which they were to be exercised. ഇതിൻ്റെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചാർട്ടേഡ് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജാധികാരങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനികളില്ലേ, അതായത് നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ, ഏതെങ്കിലും രാജാവോ രാജ്ഞിയൊക്കെ അധികാരം ഉള്ള ഒരു കമ്പനി, അവർ നടത്തുന്ന ഒരു കമ്പനി, ഒരു മൊണോപ്പൊളി ടൈപ്പ് കമ്പനികളെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ദി ചാർട്ടേഡ് യൂഷ്വലി കൺഫേർഡ് ട്രേഡിംഗ് മൊണോപ്പൊളി അപ്പോൺ ദി കമ്പനി ഇൻ എ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ ഓർ എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ട്രേഡ്. അപ്പോൾ അതൊരു മൊണോപ്പൊളി ആയിരിക്കും. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെല്ലാം പോലെ അതിലൊരു സിംഗിൾ കമ്പനി ആയിരിക്കും. അത് അവിടുത്തെ ആ ഭരണാധികാരികളായിരിക്കും അത് നടത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ചാർട്ടേഡ് കമ്പനിയുടെ. റോയൽ ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദി കമ്പനീസ് ഫോംഡ് അണ്ടർ റോയൽ ചാർട്ടർ ഓഫ് ദി കമ്പനി ഓർ ബൈ എ സ്പെഷ്യൽ ഓർഡർ ഓഫ് എ കിങ് ഓർ എ ക്യൂൻ. അതായത് കിങ്ങോ ക്യൂനിൻ്റെയോ, അതായത് രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ സ്പെഷ്യൽ ഓർഡർ പ്രകാരം ഉണ്ടാക്കുന്ന കമ്പനികളാണ് റോയൽ ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ് ബൈ ദി റോയൽ ചാർട്ടർ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇവിടെ അധിനിവേശത്തിൻ്റെ എല്ലാ കാലത്ത് ഉണ്ടായിരുന്ന ബ്രിട്ടൻ ഉണ്ടാക്കിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് അന്നത്തെ രാജാവ് സ്പെഷ്യൽ ഓർഡർ ഇറക്കിക്കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. സച്ച് കമ്പനി ഡിറൈവ്സ് ഇറ്റ്സ് നേച്ചർ ഓൺ ദി ബേസിസ് ഓഫ് ചാർട്ടർ അണ്ടർ വിച്ച് ദേ ആർ ഫോംഡ്. അപ്പോൾ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഭരണം ആയിരിക്കും, അതിൽ അവരുടെ റൂൾസ് എല്ലാം ആയിരിക്കും ഈ റോയൽ ചാർട്ടേഡ് കമ്പനിയിൽ ഉണ്ടായിരിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസാണ്. അപ്പം ചാർട്ടേഡ് കമ്പനീസ് ഒന്നും ഇപ്പം നമ്മുടെ ഇവിടെ നിലവിലില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഇന്ത്യൻ ലോയുടെ, ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലുള്ള കമ്പനികളാണ് ഇപ്പം നിലവിലുള്ളത്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയാം. അത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയിൽ വരില്ല.
നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്, അതിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യം പറഞ്ഞു ചാർട്ടേഡ് കമ്പനി അത് രാജാവിൻ്റെ രാജ്ഞിയുടെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം ഉണ്ടാക്കുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയിലേക്ക് വരുമ്പം ദീസ് കമ്പനീസ് ആർ ഇൻകോർപ്പറേറ്റഡ് ബൈ സ്പെഷ്യൽ ആക്ട് പാസ്ഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സ്പെഷ്യൽ ആക്ടിലൂടെ പാസ്സാക്കി എടുത്ത് ഫോം ചെയ്യുന്ന കമ്പനികളാണ്. നമ്മളിവിടുത്തെ പല പബ്ലിക് സർവീസ് കമ്പനികളും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ, UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, then state trading corporation, then life insurance corporation. These are some examples of statutory company. അപ്പം നമ്മുടെ രാജ്യസഭയിലും ലോകസഭയിലൊക്കെ സ്പെഷ്യൽ ആക്ട് പ്രകാരം പാസ്സാക്കി എടുത്ത് നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടാക്കുന്ന പബ്ലിക് കമ്പനികളെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഈ കമ്പനീസ് ആക്ടിൻ്റെ പ്രകാരം ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അവിടെ ലെജിസ്ലേച്ചറിൽ വെച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സ്പെഷ്യൽ ആക്ട് പ്രകാരം പാസ്സാക്കിയെടുക്കുന്ന കമ്പനികളാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. സച്ച് കമ്പനീസ് ഡു നോട്ട് ഹാവ് എനി മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആ കമ്പനികൾക്ക് മെമ്മോറാണ്ടം അസോസിയേഷനോ ആർട്ടിക്കിൾസ് അസോസിയേഷനോ ഉണ്ടാവില്ല. നമുക്കറിയാം കമ്പനികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് കമ്പനികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുമാണ്. അതിൻ്റെ ഭരണ കാര്യങ്ങളും അതുപോലെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വിവരിക്കുന്നത് ഈ 2 ആർട്ടിക്കിൾസാണ്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഒന്നും ഉണ്ടാവില്ല. They derive their powers from acts consisting them and enjoy certain power that companies incorporated under Companies Act they have. സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾ അതിൻ്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്ന ലോ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. എ കമ്പനി മേ ഇൻകോർപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞു പാർലമെൻറ്റ് ഓർ എനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സച്ച് കമ്പനീസ് കാൾഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. Such companies are generally formed to carry out some special public undertaking, for example railway, water works, gas, electric generation. നമ്മുടെ പബ്ലിക് സർവീസ് അല്ലെങ്കിൽ പബ്ലിക് കമ്പനികളെല്ലാം ഇല്ലേ, അതെല്ലാം ഇങ്ങനത്തെ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനികളാണ്. Statutory companies are governed by the act creating them. They are not required to have any memorandum of articles of association. Changes in their structure are only possible by the amendment in the act creating them. അവരെ ക്രിയേറ്റ് ചെയ്ത ആക്റ്റിൽ അമെൻമെൻറ്റ് വരുത്തുമ്പോൾ മാത്രമാണ് അതിലുള്ള നിയമങ്ങളെല്ലാം അവർക്ക് മാറുന്നത്. അല്ലാതെ അവർക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ഇല്ല. സാധാരണ കമ്പനികൾക്കെല്ലാം എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ അതിൽ അമെൻമെൻറ്റ് വരുത്തുമ്പോഴാണ് ആ ഭേദഗതി വരുന്നത്. പക്ഷേ ഇവിടെ അവർ ഉണ്ടാക്കിയെടുത്ത ആക്ടിൻ്റെ അതിൽ ഭേദഗതി വരുത്തുമ്പോഴാണ് ഈ നിയമം ഇവർക്ക് ബാധകമാവുന്നത്. A statutory company through owned by the government has a separate legal entity. It cannot be regarded as department of the government. അത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ആ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. രജിസ്റ്റേർഡ് കമ്പനീസ് മൂന്നാമത്തായിട്ട് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പറയുന്ന ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനിലുള്ള മൂന്നാമത്തെ സെക്ഷനാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഈ രജിസ്റ്റേർഡ് കമ്പനീസാണ് നമ്മളിവിടെ എല്ലാം നിലവിലുള്ള കമ്പനികൾ. ദീസ് ആർ ദി കമ്പനീസ് ഫോംഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ഓർ സം ഏർലിയർ കമ്പനീസ് ആക്ട്. 1956 ഒരു കമ്പനീസ് ആക്ട് ഉണ്ട്. അത് ഭേദഗതിയെല്ലാം വന്നിട്ടാണ് 2013 ഒരു ആക്ട് വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഈ രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത് ദീസ് ആർ ദി കമ്പനീസ് ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വന്ന കമ്പനികളോ അതിന് മുന്നേ ഉള്ള കമ്പനീസ് ആക്ടിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത കമ്പനികളോ ആണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. സച്ച് കമ്പനീസ് come into existence only when they are registered under the act and a certificate of incorporation has been issued by the registrar. ഇവിടെ കമ്പനികൾ രജിസ്റ്റർ ആവുന്നത് ഈ 2013 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും രജിസ്ട്രാർ ഓഫ് ദി കമ്പനീസ് രജിസ്ട്രാർ അതിന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രജിസ്റ്റേർഡ് കമ്പനീസ് നിലവിൽ വരുന്നത്. So public registration is an essential feature of these
ടൈപ്പ് ഓഫ് കമ്പനി. അപ്പോൾ രജിസ്ട്രേഷൻ എന്താണ്, ഒരു എസെൻഷ്യൽ ഫീച്ചറാണ് ഈ ടൈപ്പ് കമ്പനികൾക്ക്. ദീസ് കമ്പനീസ് ഡിറൈവ് ദെയർ പവേഴ്സ് ഫ്രം ദി കമ്പനീസ് ആക്ട്, from Memorandum of Association, and its internal rules and regulations are described in Articles of Association. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾക്ക് സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് നിലവിൽ വരുന്നത്. പക്ഷേ രജിസ്റ്റേർഡ് കമ്പനികളുടെ കേസിൽ ഇവിടെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ അവർക്കുള്ള പവേഴ്സും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് പവേഴ്സ് എല്ലാം ഉള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതിൻ്റെ ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇതിലാണ് അവർക്ക് മാറ്റം വരുത്തേണ്ടത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുമാണ് മാറ്റം വരുത്തേണ്ടത്. അതാണ് രജിസ്റ്റേർഡ് കമ്പനികൾ. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പം ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി. ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകോർപ്പറേഷൻ്റെ ബേസിലുള്ള കമ്പനികളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഫോർമേഷൻ്റെ ഇൻകോർപ്പറേഷൻ മീൻസ് എന്താണ്, ഫോർമേഷൻ്റെ രൂപത്തിൽ നമുക്ക് 3 കമ്പനികൾ പറഞ്ഞു: ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആൻഡ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഈ കമ്പനികളെല്ലാം വിവിധ ലയബിലിറ്റിയുടെ ബേസിലുള്ള ഒരു തരംതിരിച്ച കമ്പനികളാണ് ഈ 3 കമ്പനികളും. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ്. ഇത് 3 എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ദീസ് ടൈപ്പ് ഓഫ് കമ്പനീസ് ഹാവ് എ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ദി ലയബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ ഓർ ദി കമ്പനി ഈസ് ലിമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്ഡ് ബൈ ഹിം. അതായത് ഇവിടെ ലയബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, ഇവിടെ ഒരു വ്യക്തി കമ്പനി ഓൺ ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ആ ഷെയർസിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്കാണോ ആ ഷെയർ മേടിച്ചിരിക്കുന്നത്, ഒരു 100 രൂപയ്ക്ക് ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിലായിരിക്കും ആ വ്യക്തിക്ക് ആ കമ്പനീസിൻ്റെ ബാധ്യത ഉള്ളത്. ഇപ്പോൾ ഇൻ കേസ് കമ്പനീസ് ലോസ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന അവസ്ഥയിൽ വരുമ്പം അദ്ദേഹം അവർക്ക് ആ ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബാധ്യത ഉള്ളത് ആ 100 രൂപ ആ ഷെയറിൽ എത്ര ഷെയർ ആണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതിൽ മാത്രമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 100 രൂപയുടെ ഷെയർ ഒരു 70 രൂപക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കി 30 രൂപ അദ്ദേഹത്തിൻ്റെ ബാധ്യതയായിട്ട് ഇവിടെ വരും. അതിൻ്റെ ആക്ച്വൽ വാല്യൂ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിന് പുറത്തേക്ക് അദ്ദേഹത്തിന് എന്തില്ല, ലയബിലിറ്റി ഇല്ല. അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഡ്യൂറിങ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി കമ്പനി ഓർ ഇൻ ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്, മെമ്പേഴ്സ് ക്യാൻ കോൾഡ് അപ്പോൺ ടു പേ ദി എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ ദി ഷെയർ സബ്സ്ക്രൈബ്ഡ് ബൈ ദം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. നമ്മൾ 70 രൂപയ്ക്കാണ് ഇത് ഷെയർ മേടിച്ചത്, 100 രൂപയുടെ ഷെയർ 70 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി വൗണ്ടപ്പ് ചെയ്യുന്ന സമയത്ത് ഷെയർ കോൾഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മൊത്തം എമൗണ്ടും തിരിച്ച് അടയ്ക്കേണ്ട ബാധ്യതയുണ്ട് എന്നർത്ഥം. സച്ച് കമ്പനി ഈസ് കോൾഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ബി പബ്ലിക് കമ്പനി ഓർ എ പ്രൈവറ്റ് കമ്പനി. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഒരു പബ്ലിക് കമ്പനി ആവാം, ഒരു പ്രൈവറ്റ് കമ്പനി ആവാം. അതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ ഇവിടെ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് കമ്പനിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ പുറത്ത് മാത്രമേ ആ കമ്പനിയിൽ അയാൾക്ക് ബാധ്യതയുള്ളൂ എന്നർത്ഥം, ആ ഷെയർ ഹോൾഡർക്ക് ബാധ്യതയുള്ളൂ. രണ്ടാമത്തേത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇഫ് എ കമ്പനി ഈസ് വൗണ്ട് അപ്പ്, മീൻസ് കമ്പനി പിരിച്ചുവിടുന്ന സമയത്താണ്, then its members who has undertaken in the memorandum to contribute certain sum of money to the assets. ഇവിടെ വ്യത്യാസം എന്താണെന്ന് നോക്കുക. മറ്റേ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് കമ്പനി ലിമിറ്റഡ് ബൈ അദ്ദേഹം ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ പുറത്ത് മാത്രമേ അദ്ദേഹത്തിനുള്ളത്. ഇവിടെ വരുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ, കോൺട്രിബ്യൂട്ട് ടു സെർട്ടൻ സം ഓഫ് മണി ടു ദി അസറ്റ്. നമ്മൾ കമ്പനി തുടങ്ങുമ്പം ഒരു സെർട്ടൻ സം ഓഫ് മണി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. ഒരു അസറ്റിലേക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം 20 ലക്ഷം ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അസറ്റിലേക്ക് വേണ്ടിയിട്ട് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ അതിൻ്റെ ഗ്യാരണ്ടിയിലാണ് ഇവിടെ എന്താ പറയുന്നത്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആ കോൺട്രിബ്യൂഷനിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബാധ്യത വരുന്നത്. ഇഫ് എ കമ്പനി വൗണ്ട് അപ്പ്, then its members who have
who has undertaken in memorandum to contribute certain sum of money. എത്ര രൂപയാണോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് മെമ്മോറണ്ടം അസോസിയേഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. Certain sum of money to the assets upon winding up may be required to contribute up his amount of guarantee towards payment of debt incurred by the company while he was a member. ഈ നമ്മുടെ മെമ്മോറണ്ടത്തിൽ നമ്മുടെ ബാധ്യതകളും അതുപോലെ അസറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മുടെ മെമ്മോറാണ്ടം അനുസരിച്ച് നമുക്ക് എത്രയാണോ ബാധ്യതയുള്ളത്, എത്രയാണോ നമുക്കതിൽ ഡെപ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ അസറ്റുകളുള്ളത്, അതിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്നതിൽ മാത്രമായിരിക്കും. ദിസ് ലാബിലിറ്റി എക്സ്റ്റെൻഡ് ടു ദോസ് ഹു ഹാഡ് ലെഫ്റ്റ് കമ്പനി ബട്ട് വാസ് എ മെമ്പർ വിത്തിൻ എ ഇയർ ബിഫോർ കമ്പനി വൗണ്ട് അപ്പ്. ഈ ലാബിലിറ്റി എക്സ്റ്റെൻഡ് ടു ദോസ് ഹു ഹാവ് ലെഫ്റ്റ് കമ്പനി. ആൾറെഡി കമ്പനി ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബട്ട് ഹി വാസ് മെമ്പർ വിത്തിൻ എ ഇയർ ബിഫോർ കമ്പനി വൗണ്ടപ്പ്. കമ്പനി വൗണ്ടപ്പ് ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള ആൾക്കാർക്ക് വരെ ഇതിൽ എന്തുണ്ടായിരിക്കും, ബാധ്യത ഉണ്ടായിരിക്കും എന്നർത്ഥം. ഓൾദോ ദിസ് ടൈപ്പ് ഓഫ് കമ്പനി ഡസ് നോട്ട് ഹാവ് എ ഷെയർ ക്യാപിറ്റൽ. ഈ ടൈപ്പ് കമ്പനികൾക്ക് എന്തുണ്ടാവില്ല, ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ദിസ് ഈസ് സ്റ്റിൽ എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് ഈസ് നോട്ട് normally used for trading but often formed to run club and other organizations that are maintained by subscription, social activities and donation. ഈ ടൈപ്പ് കമ്പനികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് നോട്ട് നോർമലി യൂസ്ഡ് ഫോർ ട്രേഡിംഗ് ആക്ടിവിറ്റികൾക്കൊന്നും വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കില്ല കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ക്ലബ്ബുകളും അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ്, ഡൊണേഷൻ, ഇങ്ങനത്തെ എല്ലാം പേരിൽ ഉണ്ടാക്കുന്ന പല ചാരിറ്റി ഒക്കെ പോലെയുള്ള അതിനെയാണ് ഇവിടെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് കമ്പനി വൗണ്ടപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, നമ്മുടെ അസറ്റുകൾ എത്രയാണോ അതിൽ മാത്രമായിരിക്കും നമ്മുടെ ലാബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് അൺലിമിറ്റഡ് കമ്പനീസാണ്. ദീസ് ആർ നോ ലിമിറ്റ് ഓൺ ലാബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർസിൻ്റെ അടിസ്ഥാനത്തിൽ ലാബിലിറ്റി മാത്രം, ഷെയർ എത്രയാണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ അസറ്റ് ആൻഡ് ഡെപ്റ്റ് അല്ലേ, അതിൽ മാത്രം ഗ്യാരണ്ടി. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു ഇപ്പം ഷെയർസിലും അതുപോലെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിലും മെമ്മോറണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗ്യാരണ്ടി. മൂന്നാമതായിട്ട് വരുന്നത് അൺലിമിറ്റഡ് ആണ്. ഇവിടെ ഷെയർസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ലാബിലിറ്റി എന്ന് പറയുന്ന സാധനം അൺലിമിറ്റഡ് ആണ്. There is no limit on the liability of the members. The liability in such cases would extend to whole amount of the company's debt and liabilities. ഇവിടെ കമ്പനിയുടെ എല്ലാ സ്വത്തുവകകളും എന്തായിരിക്കും ഈ ലാബിലിറ്റി ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിൽ മറികടക്കാനോ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. Here the members cannot directly sued by the creditors. When the company is wound up, the official liquidator will call upon the members to discharge the liability. അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് കമ്പനീൻ്റെ കേസിൽ നമ്മുടെ കമ്പനിയുടെ എല്ലാ സ്വത്തുവകകളും ലാബിലിറ്റിയിൽ നമ്മൾ മറികടക്കാനോ അല്ലെങ്കിൽ ലാബിലിറ്റി തീർക്കാനോ ഡെപ്റ്റ് തീർക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ദി ഡീറ്റെയിൽസ് ഓഫ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് with which company is registered and the amount of share capital has to be stated in the articles of association. നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തുണ്ടായിരിക്കും, ഈ കമ്പനിയിലുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അൺലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ എന്തായിരിക്കും, ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിന് മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത അസറ്റുകളായാലും ഷെയർസ് ആയാലും അതിന് പുറത്തേക്കും ഈ ലാബിലിറ്റി കിടക്കുമെന്നർത്ഥം. അപ്പം പാർട്ട്ണർഷിപ്പ് എല്ലാം ഇതിൽ അൺലിമിറ്റഡ് കമ്പനീസിൻ്റെ അണ്ടറിൽ വരും. ഇത് രജിസ്റ്റേർഡ് ആയിരിക്കാം, ചിലപ്പം അൺരജിസ്റ്റേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് ആയിരിക്കാം, പ്രൈവറ്റ് എന്തോ ആയാലും അൺലിമിറ്റഡ് കമ്പനികളുടെ ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് കമ്പനീസിൻ്റെ ഉള്ള ഷെയർസ് ആയാലും അതുപോലെ കമ്പനീസിൻ്റെ അസറ്റുകളായാലും അതിൽ പുറത്തേക്കും നമ്മുടെ ലാബിലിറ്റി കടന്നു പോകും എന്നർത്ഥം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനും അതുപോലെ ഓൺ ദി ബേസിസ് ഓഫ് ലാബിലിറ്റിയും. ഓക്കെ, താങ്ക് യു.